പച്ചയ്ക്ക് കൊന്നയാണ്, കത്തിച്ച് കൊന്നേ പുള്ളി. ധർമ്മസാമ്പർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചുറ്റളവ് ഒരു 2 കിലോമീറ്റർ അങ്ങനെ നോക്കിയിട്ട് കിടുകയെന്ന് പറഞ്ഞാൽ ലോഡുകൾ കിട്ടും സാറേ. മാന്തുവാണെങ്കിൽ ഇറ്റാച്ചി കൊണ്ട് സൈഡിൽ നിന്ന് മാന്താൻ തുടങ്ങാം. ഇറ്റാച്ചി കൊണ്ടൊരു സൈഡിൽ നിന്ന് മാന്തി തുടങ്ങിക്കഴിഞ്ഞാൽ ലോഡ് കണക്കിന് ശവശരീരങ്ങൾ അസ്ഥികൂടങ്ങളായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് ധർമ്മസ്ഥലയിലെ ഒരു അവസ്ഥയാണ് പറയുന്നത്. എന്തായാലും പോലീസ് ഇടപെടൽ നടത്തുന്നു, കോടതി ഇടപെടൽ നടത്തുന്നു, കേരള മാധ്യമങ്ങൾ ഇടപെടൽ നടത്തുന്നു, മനാഫ്കെ പോലെയുള്ള ആളുകൾ മുന്നിട്ട് നിൽക്കുന്നു, നമ്മളെ പോലെയുള്ള ചാനലുകൾ ചർച്ച ചെയ്യുന്നു. ഇതാ ഇവിടെ ഒരു നിയമം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മാന്തി പൊളിക്കാൻ തുടങ്ങുകയാണോ ഇന്ന് മുതൽ? അങ്ങനെ മാന്തട്ടെ. അവിടെ നിന്ന് കിട്ടുന്ന ഓരോ അസ്ഥിക്കൂടത്തിൻ്റെയും DNA എടുക്കട്ടെ, അവരാരാണെന്ന് കണ്ടെത്തട്ടെ. ആരാണ് ഇവരെ കൊല ചെയ്തത് എങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷകൾ കിട്ടട്ടെ. ഗോവിന്ദച്ചാമിയെ പോലെ തിന്നാൻ കൊടുത്ത് വളർത്താതെ ഉടനടി തന്നെ അവനെയൊക്കെ തീർക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കട്ടെ. ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തകരെന്ന് പറഞ്ഞുകൊണ്ട് കുറേ എണ്ണമുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ കൊല്ലാൻ സമ്മതിക്കാതെ